ബിഗ് ബോസിൽ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 7 ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാണ്. കാരണം ഇനി അടുത്തത് ലാലേട്ടൻ വരാൻ പോണത് നമ്മുടെ ഫിനാലെ വീക്കിലാണ്, അടുത്ത ആഴ്ച. അപ്പോൾ എപ്പിസോഡ് തുടങ്ങി നെവിൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ചാൻസ് കൊടുത്തു. 1,00,000 രൂപ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പല പല നോട്ട്സായിട്ട്, കെട്ടുകളായിട്ട്. അപ്പോൾ അത് പോയിട്ട് 1 മിനിറ്റിനുള്ളിൽ ചെയ്യണമെന്നായിരുന്നു ടാസ്ക്. അപ്പോൾ അത് പെട്ടെന്ന് നെവിൻ അത് നല്ലപോലെ എത്ര എനിക്ക് തോന്നുന്ന ഒരു 50,000 എടുത്തു നെവിൻ. എന്നിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ സ്റ്റൈലിലൊരു കറക്കൊക്കെ കറങ്ങി നല്ല രസമായിട്ട്. എന്നിട്ട് പിന്നെ ലാലേട്ടൻ ചോദിച്ചു എത്ര കിട്ടിയത്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ചോദിക്കാം, അവർക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ആയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അത് നല്ലൊരു കാര്യമാണത്. ആക്ച്വലി എല്ലാവർക്കും അത് തോന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാലേട്ടൻ അതാ പറഞ്ഞത്, ഇതിൽ നിങ്ങളുടെ സൗഹൃദം, നിങ്ങളുടെ ഹാർമണിയൊക്കെ പ്രേക്ഷകരിലോട്ടൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നെ ഇന്നലെ ഒരു ഹാർട്ടിൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇതിന് വെളിയിൽ പോയിട്ട് ജീവിതകാലം മൊത്തം നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുള്ള ഹാർട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഷാനവാസ് ആയാലും അനീഷ് ഷാനവാസിനും, പിന്നെ അനുമോൾക്ക് ആദില കൊടുത്തു. അപ്പോൾ ഒരു ഭയങ്കര ഒരു ടച്ചിങ് മൂമെൻ്റ് ആയിരുന്നു. ലാലേട്ടൻ്റെ വരെ കണ്ണ് നിറഞ്ഞു. കാരണം ലാലേട്ടൻ്റെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സൗഹൃദം ഏറ്റവും മുന്നിൽ നിൽക്കണമെന്നാണ്. നമുക്ക് ആക്ച്വലി അങ്ങനെയാണ്. പക്ഷേ കുറേ ആൾക്കാർക്ക് അത് ഭാഗ്യം കൂടി വേണം, നല്ലൊരു സുഹൃത്തിനെ കിട്ടാൻ. അത് ഭാഗ്യം ചെയ്യണം. പിന്നെ ഇന്നലെ നമ്മുടെ സാബുമാനാണ് എവിക്റ്റായത്. സാബുമാൻ എന്താ പറയുക, കുറേ എവിക്ഷൻ സേവായി വന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഫൈനലി സാബുമാൻ എവിക്റ്റായി. സാബുമാൻ നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. നല്ലൊരു പാവം പിടിച്ചൊരു പയ്യെന്ന് പറയില്ലേ, ഒരു ചിരിയും കാര്യവും മറ്റ് സത്യസന്ധമായ ഒരു പഞ്ചപാവം. ഏതായാലും ഈ സീസണിൽ അങ്ങനത്തെ ഒരു എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരാളും കൂടി വേണം. ഈ സ്ട്രെസ്സും അടിയും ഇതും ലാലേട്ടൻ ഒന്ന് ചോദിച്ചു. എല്ലാവരും അടിയായാലും ഫൈറ്റായാലും സ്ട്രാറ്റജി ആയാലും യൂസ് ചെയ്യുമ്പോൾ സാബുമാൻ എങ്ങനെയാണ് പിടിച്ചിരുന്നത്. അപ്പോൾ സാബുമാൻ ലൈക്ക് എനിക്ക് ഇവിടുന്ന് ഒരു കോൺഫിഡൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റിൽ അക്ബറും ഷാനവാസും കൂടി കെട്ടിപ്പിടിച്ച് സൗഹൃദത്തിലായി.